രാവിലെ നല്ല മഴയാണ്. പുനലൂരൊക്കെ പിന്നെ മലയോര പ്രദേശമാണല്ലോ, അന്നേരം നല്ല തണുപ്പും മഴയും അങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെ പേരെന്താണെന്നറിയാമോ? ഇത് ഞങ്ങളുടെ നാട്ടിൽ ഈ പുനലൂർ, ഞങ്ങളുടെ നാട്ടിൽ പുനലൂർ എന്നല്ല ഇവിടെയൊക്കെ പറയുന്നത് മലതാങ്ങി ഇലയെന്നാണ് ഇതിന് പറയുന്നത്. അത് നടുവേദനയ്ക്കൊക്കെ നല്ലതാണ്. പിന്നെ കർക്കിടക മാസവും കൂടെ ആണല്ലോ. നമ്മളെന്ത് ചെയ്യുമെന്നറിയാമോ? പണ്ടൊക്കെ ആണെങ്കിലും നമ്മുടെ വീട്ടിലെല്ലാവരും ചെയ്തു തരും. ഇപ്പം നമ്മളിത് കാണാനില്ല ഈ ഇലയധികം. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒരെണ്ണം ഇങ്ങനെ കിടക്കുന്നു. ഇത് നമ്മൾ എടുത്ത് നല്ല കഴുകി എടുത്തിട്ട് പച്ചരി വെള്ളത്തിലിട്ടേക്കും. എന്നിട്ട് പച്ചരി ഇതും കൂടെ അരയ്ക്കുമ്പോൾ ഇതിങ്ങനെ ഭയങ്കര കട്ടിയായിട്ട് വരിക അരയ്ക്കുന്നത്. അതാണ് ഇതിന് മലതാങ്ങി എന്നുള്ള പേര്. എന്നിട്ട് അത് അരച്ചെടുത്തിട്ട് പിന്നെ നല്ല ഒരു തേങ്ങയുടെ പാലെടുത്തിട്ട് അതിനകത്ത് ഫസ്റ്റ് പാലെടുത്ത് വെച്ചിട്ട് സെക്കൻഡ് പാലിലും കരിപ്പെട്ടിയുമായിട്ട് ഇത് നല്ല കുറുക്കി ലാസ്റ്റ് പാലും ഒഴിച്ച് നല്ല നെയ്യിട്ട് ഇളക്കി എടുക്കുമ്പോൾ നല്ല റബ്ബർ മാതിരി ഇരിക്കും ഇത് ലേഹ്യമായി വരുമ്പോൾ. ഇതിൻ്റെ പേര് മലതാങ്ങി. മറ്റുള്ള സ്ഥലത്ത് എന്താ പറയുന്നതെന്ന് അറിയില്ല കേട്ടോ. പിന്നെ എനിക്കങ്ങനെ വീഡിയോ എടുക്കാനൊന്നും അത്ര അറിയില്ല. എന്നാലും ഞാൻ എൻ്റെ ഫോൺ കൊണ്ടാണ് ഇതൊക്കെ എടുക്കുന്നത്. എല്ലാവരും എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടതാണ് കേട്ടോ. ഇത് മറ്റുള്ള നാട്ടിൽ എന്താണെന്ന് എനിക്കറിയില്ല ഇതിൻ്റെ പേര്.